മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനുവാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം വന്ന് കയറുമ്പം തന്നെ കമല ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ, നീ വല്ലാതിരിക്കുന്നല്ലോ. ഈ സമയത്ത് രാജീവാണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി എല്ലാം പെട്ടിയിലെല്ലാം പാക്ക് ചെയ്യുകയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, കൊച്ചച്ഛൻ പോവുകയെന്നോ? പിന്നല്ലാതെ എത്ര ദിവസം വന്നോടാ ഇങ്ങനെ നിൽക്കുന്നത്? എൻ്റെ ജോലി ലീവും തീർന്ന് ഇനി ഞാൻ ഇവിടെ നിന്ന് ചിലപ്പോൾ എൻ്റെ ജോലി അങ്ങ് പോകും. എത്ര ദിവസം എന്നും പറഞ്ഞാൽ ഈ കേസിൻ്റെ പുറകെ നടക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, എല്ലാവർക്കും അവരവരുടെ കാര്യം അല്ല, പിന്നെ അതെ എല്ലാവരും അങ്ങ് പോവുക, എൻ്റെ ചെറുക്കൻ്റെ കാര്യം എന്താവുമോ എന്ന് കമല പറയാണ്. വീണ്ടും മനുവിനോട് ചോദിക്കുകയാണ്, എന്താടാ നീ വല്ലാതിരിക്കുന്നത്? കൊച്ചച്ച ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ടെന്ന് പറയാണ്. എന്താടാ അത്? വൈജി ആൻറ്റി ആണെങ്കിൽ വേറെ വീടെടുത്തിരിക്കുകയാണ്, അങ്ങോട്ട് മാറാൻ പോവുകയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം ഞെട്ടി ചാടി എണീക്കുകയാണ് രാജീവ്. ഇത് കേട്ടുകൊണ്ടാണ് ശിവശങ്കരനും വരുന്നത്. രാജീവ് ചോദിക്കുകയാണ്, ഇവനൊക്കെ എന്തോത്തിൻ്റെ അസുഖമാണ്, ഇവർക്ക് എത്ര കിട്ടിയാലും ഇവൾ പഠിക്കത്തില്ലേ? വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പ്രശ്നം കാരണം തല വരുത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് രാജീവ് പറയാണ്. അപ്പോൾ ശിവശങ്കർ പറയാണ്, ഈ ടെൻഷനും കാര്യങ്ങളൊന്നും അവൾക്കറിയണ്ടല്ലോ. അവൾ ഹോസ്പിറ്റലിൽ കടന്നതുകൊണ്ട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിഞ്ഞില്ലല്ലോ. നമ്മളല്ലേ ഇതെല്ലാം അനുഭവിച്ചതും കഷ്ടപ്പെട്ടതും എന്ന് ശിവശങ്കരനും പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എന്തായാലും കൊച്ചച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്തോണം, അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല. ആൻറ്റി ആണെങ്കിൽ വീട് മാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ബാലേന്ദ്രങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന്, എന്ത് തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നതിനപ്പുറമായിരിക്കുമെന്ന് മനു പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരനും കമലയൊക്കെ ആകപ്പാട് ടെൻഷൻ ഇരിക്കുകയാണ്. അപ്പം കമല പറയാണ്, എന്ത് തീരുമാനം എടുക്കാനാ? അവൾ അങ്ങനൊരു തീരുമാനം എടുത്താലും അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വേറെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് മാറാനൊന്നും പറ്റത്തില്ല. രണ്ട് കാലും രണ്ടും കൈ ഒടിഞ്ഞ് കിടക്കുന്ന നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് പറയുകയാണ്. അപ്പം മനു പറയാണ്, അമ്മയ്ക്കറിയാലോ വൈജ ആൻറ്റിയുടെ വാശി, തൻ്റെ വാശി ജയിക്കാൻ എന്ത് പണിയും വേണമെങ്കിലും ആൻറ്റി കാണിക്കുമെന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരനും കമലയ്ക്കും രാജീവിനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. രാജീവ് പറയാണ്, സ്വന്തം മോനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കാനുള്ള വഴി നോക്കുകയല്ല, അവളുടെ വാശി ജയിക്കണം, അത് മാത്രമേ ഉള്ളൂ അവൾക്ക് ചിന്ത എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, പണ്ടേ അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അവളുടെ വാശി അവൾ എങ്ങനെ ആയാലും വിജയിപ്പിക്കുമെന്ന് ശിവശങ്കരനും പറയുന്നുണ്ട്. അങ്ങനെ ആകപ്പാട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, എല്ലാവരും ആലോചിച്ച് വെറുതെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്ന് മനു പറയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ ദേഷിച്ചങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. കമല പറയാണ്, ഇവക്കിത് എന്തോത്തിൻ്റെ കേടാണ്, ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ആ പിള്ളേരെ കേസ് ഒതുക്കാൻ നോക്കുമ്പോഴത്തേക്ക് പിള്ളേരെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കുമ്പോൾ അവളായിട്ട് പുതിയ പ്രശ്നങ്ങളുണ്ടാക്കി ഓരോന്നോരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. ഇതിൽ കടന്ന സമയത്തും അവൾ വക്കീലിനെ കണ്ട് ഡിവോഴ്സ് നേടുകയും അതേപോലെ തന്നെ വേറെ വീട് കണ്ടെത്തുകയും വീട് മാറാനൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇവക്ക് ഇവിടെ തലയിലോട്ടല്ലേ കയറുന്നതെന്ന് കമലയും ഭയങ്കര ദേഷിച്ച് ചോദിക്കുകയാണ്. രാജീവ് പറയാണ്, അവൾക്ക് എപ്പോഴും അവളുടെ ജയം മാത്രമേ ഉള്ളൂ, വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു പ്രശ്നമല്ലെന്ന് രാജീവും പറയാണ്. എന്തായാലും വൈജയാണെങ്കിൽ വീട് മാറുന്ന കാര്യം എല്ലാവരെയും ഭയങ്കര ടെൻഷനിലാക്കിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും ഒരു പേടി തന്നെയുണ്ട്. സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്, മാമച്ചൻ്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ചാൽ എന്തെങ്കിലും നടക്കും, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ അവസാനം അലീനയും ബാലചന്ദ്രനും കൂടെ എറണാകുളത്തേക്ക് പോവുകയാണ്. ബാലേന്ദ്രൻ നല്ല പ്രതീക്ഷയിലാണ്. മാമച്ചേരനടുത്ത് ഗ്രേസിയമ്മടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പം ആ DYSP ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ അവർ രണ്ടുപേരും എറണാകുളത്തേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അലീനയെ കാണുന്നില്ല. അപ്പം ബബിത എടുത്ത് ചോദിക്കണം. അപ്പോൾ ബബിത പറയാണ്, അത് അച്ഛനുമായിട്ട് അവൾ എറണാകുളത്തേക്ക് പോയിരിക്കുകയാണ്, എന്തെങ്കിലും നടക്കാനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും പോയിട്ടുണ്ട്, ഇനി അവൾ അച്ഛനെയും വിളിച്ചുകൊണ്ട് ഇനി എങ്ങോട്ടാണോ പോയതെന്ന് ബബിത പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, അന്ന് അലീന ചേച്ചി പോലീസ് സ്റ്റേഷനിലായപ്പോഴേ അന്ന് ചേച്ചിയുടെ അനിയത്തിയുണ്ടല്ലോ രേവതിക്കുട്ടി, അവരുടെ ഒരു കസിനെ എങ്ങാണ്ട് അവിടുത്തെ DYSP പാലാ DYSP ആ സാറാ വന്ന് ചേച്ചി രക്ഷിച്ചത്. ആ സാറിൻ്റെ അടുത്ത് രോഹിയേട്ടൻ്റെ കാര്യം പറയണമെന്ന് അലീന ചേച്ചി പറയുന്ന കേട്ട്.
അപ്പം അത് അച്ഛനെ ഒരു പ്രതീക്ഷയാണ്. ആ DYSP അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അച്ഛനാണ് അലീന ചേച്ചിയും കൊണ്ട് എറണാകുളത്തേക്ക് പോയത്. എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു എന്ന് കൃഷ്ണമോളിങ്ങനെ ആശ്വസിക്കുകയാണ്. അച്ഛൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണെന്നൊക്കെ ബബിത എടുത്ത് പറയുകയാണ് കൃഷ്ണമോൾ. ബബിത പറയുന്നുണ്ട്, എന്തായാലും നടന്നാൽ മതിയായിരുന്നു, അവളല്ലേ കൊണ്ടുപോയേക്കുന്നത്, ഇനി കണ്ടറിയാം, വരുമ്പോൾ അറിയാം വല്ലതും നടക്കുമോ ഇല്ലയോ എന്ന്. അന്നേരവും ബബിത അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അലീനയും കൂടെ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ ഗ്രേസ്യം വന്ന് നോക്കുമ്പോൾ ബാലേന്ദ്രനും അലീനയും അങ്ങനെ ഡോറ് തുറക്കുന്നുണ്ട്. എന്ത് പറ്റി നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അത് ആൻറ്റി, ഞാൻ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞില്ലായിരുന്നു, മമ്മച്ചി അങ്കിൾ പറഞ്ഞില്ലേ, അപ്പം അച്ഛൻ പറയുന്നത് നിങ്ങളെ കണ്ട് നേരിട്ട് സംസാരിക്കാമെന്ന്, അങ്ങനെ വന്നതാണെന്ന് പറയാണ്. എന്തായാലും ഇരിക്കെ ബാലേന്ദ്രനെയും വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. ഞാൻ മാമച്ചായനെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസ്യമ്മ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്കും മാമച്ചാൻ പറയണം, ആ ബാലേന്ദ്രനോ, എന്താ ബാലേന്ദ്ര? അപ്പം അലീന പറയാണ്, അങ്കിളെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അച്ഛന് അങ്കിളിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന്. അങ്ങനെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അവർക്കെല്ലാവരും കൂടെ എൻ്റെ മോനെ രോഹിത്തിനെയും കൂടെ പ്രതിയാക്കണമെന്ന് അവരുടെ ഉദ്ദേശം എന്ന് പറയാണ്. അപ്പോൾ മാമച്ചാൻ പറയാണ്, നമുക്കിതിൽ എന്തെങ്കിലും ചെയ്താൽ പോലും കുട്ടിയുടെ മൊഴി ഇതിൽ പ്രധാനമാണ് എന്ന് പറയാണ്. അപ്പം നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ, നിങ്ങൾക്കൊരു കസിനുണ്ട്, ആ കസിൻ്റെ ഒരു ബന്ധുവാണ് ഈ DYSP എന്ന് അലീന അറിഞ്ഞ് അപ്പം അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്ന് അന്വേഷിക്കാമെന്ന് ബാലേന്ദ്രൻ പറയാണ്. അവ നിരപരാധിയല്ലേ, നിരപരാധിയായിട്ട് നോക്കി നിൽക്കാൻ വയ്യ, കൈയും കെട്ടി എനിക്ക് നോക്കി നിൽക്കാൻ വയ്യ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ മാമച്ചൻ പറയാണ്, ഇതിനൊക്കെ അപ്പുറം ആ കുട്ടിയുടെ ഒരു മൊഴിയുണ്ട്, അത് നമുക്ക് അനുകൂലമായി വന്നാലേ വല്ലതും നടക്കത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ആ കുട്ടിയുടെ ചുറ്റും നിന്ന് എല്ലാവരും അവളെ നിർബന്ധിക്കുകയാണ് രോഹിത്തിനെയും കൂടെ പ്രതിയാക്കാൻ. അവർക്ക് 4 പേരാണ് വേണ്ടുന്നത്, 4 പേരിൽ ഒരാളെ പോലും അവരൊഴിവാക്കത്തില്ല. അതുകൊണ്ട് അവരാ കുട്ടിയെ നിർബന്ധിക്കുകയും ചെയ്യും. അവൾ കോടതിയിൽ വന്ന് രോഹിത്ത് തെറ്റുകാരനാണെന്ന് പറയുകയും ചെയ്യും. അതിൻ്റെ മൊഴി മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലെന്ന് പറയുകയാണ്. അപ്പം മാമച്ചൻ പറയാണ്, എന്തായാലും ബാലചന്ദ്രൻ ഇവിടം വരെ വന്നേലേ ഗ്രേസ്യമേ, ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിച്ചാലോ? അപ്പോൾ ഗ്രേസ്യ പറയാണ്, ഞാൻ തയ്യാറാണ് മാമച്ചായ എന്ന് പറയാണ്. അങ്ങനെ എന്തായാലും DYSP എടുത്ത് കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും മാമച്ചൻ പറയുന്നുണ്ട്, ഇതിനൊക്കെ അപ്പുറം ആ കുട്ടിയുടെ ശരണ്യയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയാണ്. അപ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടി മൊഴി മാറ്റി പറയുമെന്ന് ഒരു പ്രതീക്ഷയില്ല, പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, എൻ്റെ മോനെ പുറത്തിറക്കാൻ പറ്റുമോയെന്ന് ഒരു ശ്രമമെങ്കിലും നടത്താതെ വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ ഇത്രയും ദൂരെ ഓടി വന്നത് എന്ന് പറയാണ്. അപ്പം പിന്നെ പറയുന്നുണ്ട്, അങ്കിളെ ഞാനന്ന് വീട്ടിൽ പോയപ്പോഴും അവിടെ എന്നെ ശരണ്യെ കണ്ട് സംസാരിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഗ്രേസ്യമ്മ ചോദിക്കുകയാണ്, മോളാണെങ്കിൽ അവിടെ ചെന്ന് ശരണ്യെ കാണുന്നുണ്ടെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടെന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞായിരുന്നല്ലോ. ആൻറ്റി, ഞാൻ അവളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അമ്പലത്തിൽ അവളെ കൊണ്ടുപോയപ്പം അവൾ എന്നോട് ഈ സത്യം തുറന്ന് പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഓമനക്കുട്ടൻ, അവളുടെ സഹോദരൻ ഓമനക്കുട്ടൻ ഉണ്ടായിരുന്നു. അപ്പം അവൻ കേട്ടായിരുന്നു എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അവൻ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാണ്. അതിന് ശേഷം ഞാൻ ചെന്നപ്പോഴൊന്നും എന്നെ വീട്ടിൽ കയറ്റിയില്ല, എന്നെ അവളെ കാണാനും സമ്മതിച്ചില്ല. അതിൻ്റെ അർത്ഥം അവരെല്ലാവർക്കും പേടിയുണ്ട്, എന്നോട് സത്യം പറയുന്ന ശരണ്യെ കോടതിയിൽ ഇനി സത്യം പറയുമോ, ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന്. അതുകൊണ്ട് എന്നെ കാണിക്കാൻ അവളെ ഇപ്പം സമ്മതിക്കത്തില്ല, അവൾ എന്നെ കാണാൻ പോലും അവർ സമ്മതിക്കത്തില്ല എന്ന് ഭയങ്കര വിഷമത്തോടെ അലീന പറയുകയാണ്.